ഹായ് നമസ്കാരം. നമ്മൾ പല നാണയങ്ങളും കണ്ടിട്ടുണ്ടാവൂലേ? ഇപ്പൊ UAE നാണയമാണെങ്കിൽ അതിൽ അറബ് എഴുതിയിട്ടുണ്ടാവും, ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ടാവും. നമ്മളെ ഇന്ത്യയിലെ നാണയങ്ങളാണെങ്കിൽ അതിൽ ഹിന്ദി എഴുതിയിട്ടുണ്ടാവും, ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ടാവും. എന്നാൽ മലയാളത്തിലുള്ള ഒരു നാണയത്തെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? അതെ, മലയാള ലിപിയിൽ സ്വന്തം നാണയങ്ങൾ അച്ചടിച്ച ഒരു രാജ്യമുണ്ടായിരുന്നു. ചില്ലറക്കാരന്റെ കളക്ഷനിലുള്ള തിരുവിതാംകൂറിന്റെ സുവർണകാലം ഓർമ്മിപ്പിക്കുന്ന മലയാള അക്ഷരങ്ങൾ പതിഞ്ഞ നാണയങ്ങളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് ഒന്നാമത്തെ നാണയം. ഇതിലൊരു ശംഖുമുദ്ര കാണാം. ഇത് 1901 മുതൽ 1910 വരെ ഉപയോഗിച്ച നാണയമാണ്. നാണയത്തിന്റെ മറുവശത്ത് ഒരു കാശു എന്ന് മലയാളത്തിൽ എഴുതിയതായി കാണാം. ഇതാണ് രണ്ടാമത്തെ നാണയം. ഈ ഒരു നാണയം 1928 മുതൽ 1949 വരെ ഉപയോഗിച്ചിരുന്നതാണ്. അതിൽ ആദ്യത്തെ നാണയം മൂലം തിരുനാൾ രാമവർമ്മ രാജാവിന്റെ കാലത്തും രണ്ടാമത്തെ നാണയം ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ രാജാവിന്റെ കാലത്തുമാണ് പുറത്തിറങ്ങിയത്. ഒറ്റ നോട്ടത്തിൽ ഒരേപോലെ തോന്നുന്ന ഈ ഒരു കോപ്പർ നാണയങ്ങളെ വ്യത്യസ്തപ്പെടുത്തുന്നത് അതിന്റെ വെയിറ്റിലും ശംഖുമുദ്രയിലുള്ള വ്യത്യാസത്തെയുമാണ്. ഈ ഒരു വശത്ത് കാണാൻ സാധിക്കുന്നത് തിരുവിതാംകൂർ മുദ്രയായ ശംഖുമുദ്രയാണ്. മറുവശത്ത് 4 കാശു എന്ന് മലയാളത്തിലും 4 കാശ് എന്ന് ഇംഗ്ലീഷിലും എഴുതിയതായി കാണാം. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ രാജാവിന്റെ കാലത്ത് പുറത്തിറങ്ങിയ ഈ ഒരു 4 കാശ് നാണയം 1938 മുതൽ 1949 വരെ തിരുവിതാംകൂറിൽ ഉപയോഗിച്ചിരുന്നു. ഇതാണ് നാലാമത്തെ നാണയം. ഈ ഒരു നാണയത്തിലും തിരുവിതാംകൂർ മുദ്രയായ ശംഖുമുദ്ര കാണാം. നാണയത്തിന്റെ മറുവശത്ത് 8 കാശു എന്ന് മലയാളത്തിലും 8 കാശ് എന്ന് ഇംഗ്ലീഷിലും എഴുതിയതായി കാണാം. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ രാജാവിന്റെ കാലത്ത് പുറത്തിറങ്ങിയ ഒരു നാണയമാണിത്. ബ്രോൺസ് മെറ്റലിലുള്ള ഈ ഒരു 8 കാശ് നാണയം 1938 മുതൽ 1949 വരെ ട്രാവൻകൂറിൽ ഉപയോഗിച്ചിരുന്നു. തിരുവിതാംകൂർ നാണയങ്ങളുടെ പ്രത്യേകത എന്നത് അതിൽ അച്ചടിച്ചിരിക്കുന്ന മലയാള അക്ഷരങ്ങളാണ്. ഇത് നമ്മുടെ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമാണ്. നാണയങ്ങളിൽ മലയാള ലിപി അച്ചടിച്ച ഒരേ ഒരു രാജവംശം തിരുവിതാംകൂർ രാജവംശമാണ്. ലോക ചരിത്രത്തിൽ തന്നെ ആദ്യവും അവസാനവുമായ ഒരു അപൂർവ കാഴ്ചയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കോയിൻസ് റിലേറ്റഡ് ഇൻട്രസ്റ്റഡ് വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു എന്ന് നിങ്ങളുടെ സ്വന്തം ചില്ലറക്കാരൻ.